ജെഫ് സ്നൈഡർ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ദി ബാറ്റ്മാൻ പാർട്ട് 2-ൽ ഗോതമിലെ ഏറ്റവും സീക്രട്ടും ഡേഞ്ചറസുമായ സംഘടനയാണ് കോർട്ട് ഓഫ് ഓവൽസ്. ഇവരെന്തായാലും ഈ ഒരു സിനിമയിലുണ്ടാവും. ഗോതമിനെ നൂറ്റാണ്ടുകളായി നിഴലിൽ നിന്ന് നിയന്ത്രിക്കുന്ന ഈ രഹസ്യ സംഘടനയും അവരുടെ ഡെഡ്ലി അസാസിൻസായ ടാലോൺസും റോബർട്ട് പാറ്റിൻസൻ്റെ ബാറ്റ്മാനെ നേരിടുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഇത് ശരിയാണെങ്കിൽ മാറ്റ് റിവീസിൻ്റെ ഈ ബാറ്റ്മാൻ യൂണിവേഴ്സിലെ ഏറ്റവും ഡാർക്കറായുള്ള ഒരു സിനിമയായിരിക്കും ദി ബാറ്റ്മാൻ പാർട്ട് 2. ഡിസ്നി നടത്തിയ D23 എന്ന എക്സ്പോയിൽ മാർവലിൻ്റെ വിഷൻ ഗസ്റ്റ് എന്ന പുതിയ സീരീസിൻ്റെ പുതിയൊരു ക്യാരക്ടറിൻ്റെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആർട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. അതായത് തീയിൽ നിൽക്കുന്ന ഒരു മിസ്റ്റീരിയസ് ഫിഗറാണ് ഇപ്പോൾ കാണുന്നത്. ജിം ഹാമണ്ട് എന്ന ഒറിജിനൽ ഹ്യൂമൻ ടോർച്ചാണ് ഈ ഒരു ക്യാരക്ടർ എന്നാണ് ഇപ്പോൾ പറയുന്നത്. വിഷനും ജിം ഹാമണ്ടും കൃത്യമായി നിർമ്മിക്കപ്പെട്ട സിന്തറ്റിക് ആൻഡ്രോയിഡ്സ് ആണ്. വിഷൻ്റെ ഒറിജിനും അതുപോലെ സിന്തറ്റിക് ലൈഫിനെയും കുറിച്ച് സംസാരിക്കുന്ന ഈ ഒരു സീരീസിൽ ഈ ഒരു ക്യാരക്ടറും എത്താൻ പോവുകയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി കോമിക്സിൽ ആരാണ് ഈ ഒരു ജിം ഹാമണ്ട് എന്ന് നോക്കാം. 1939 മാർവൽ കോമിക്സിൻ്റെ ഇഷ്യൂ 1-ലാണ് ഈ ഒരു ക്യാരക്ടർ വരുന്നത്. ഫിനിയാസ് ഹോട്ടൻ എന്ന ശാസ്ത്രജ്ഞനാണ് ഈ ഒരു സിന്തറ്റിക് ആൻഡ്രോയിഡിനെ ഉണ്ടാക്കിയത്. ജിം ഹാമണ്ട് വേൾഡ് വാർ 2 സമയത്ത് ക്യാപ്റ്റൻ അമേരിക്കയുടെ ദ ഇൻവേഡേഴ്സ് എന്ന ടീമിലും ഉണ്ടായിരുന്നു. വിഷൻ ഗസ്റ്റിൽ ജെയിംസ് സ്പാഡർ അൾട്രോണായി തിരിച്ചെത്താൻ പോവുകയാണ്. പാതി അൾട്രോണും പാതി ഹ്യൂമൻ ഫോമിലുമാണ് അദ്ദേഹത്തിനെ കാണിക്കുന്നത്. അൾട്രോണ് നോർമലി റോബോട്ടിക് ബോഡികളിലാണ് ഉള്ളത്, എന്നാൽ ചില കോമിക്സിലൊക്കെ സിന്തറ്റിക് ആൻഡ്രോയിഡ് ബോഡി ഉപയോഗിച്ചിട്ടുണ്ട്. അൾട്രോണിൻ്റെ ക്രിയേറ്ററായ ഹാങ് പിങ്ങിൻ്റെ രൂപവുമായി സാമ്യമുള്ള വെർഷൻസും കോമിക്സിലുണ്ട്. എന്തായാലും വിഷൻ ഗസ്റ്റ് സീരീസിൽ നിന്ന് ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. എന്തായാലും ഈ ഒരു സീരീസ് നല്ലൊരു സീരീസായിട്ട് മാറട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കാം.